അപ്പൊ ഗൈസ്, ഇന്ന് ഞാൻ തക്കാളി വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കറി വെക്കാൻ പോകുന്നു കേട്ടോ. അതിനുവേണ്ടി നമുക്ക് തക്കാളി എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്താലോ. നമ്മുടെ തക്കാളി എല്ലാം നല്ല നീളത്തിൽ അരിയെടുത്തുണ്ട് കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണേ. ഇതിലേക്ക് ഒരു മുളക് ചെന്തിയിടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ തക്കാളി എല്ലാം വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാണ്ടേ. ഇങ്ങനെ നമ്മുടെ കറിക്കുള്ള എല്ലാം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയുന്നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവേ. നമ്മുടെ കറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിലേക്ക് വേണ്ടി ഞാൻ ഏകദേശം ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ജീരകമാണേ. ഇതിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നരച്ചെടുക്കാം കേട്ടോ. തക്കാളി എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഉടച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഉടക്കണ, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയേ. നേരത്തെ അരച്ചു വെച്ചില്ലായിരുന്നോ, തേങ്ങയുടെ അരപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാൻ പോണേ. ഈ സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി കൂട്ടി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കുള്ള വറവ് റെഡി ആക്കാവേ. ഇവിടെ നല്ല ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. നല്ല ചൂട് എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇടാൻ പോണേ. നമ്മുടെ ഉള്ളിലേക്ക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. ണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ. പിന്നെ അഭിപ്രായങ്ങൾ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ.